എന്നാണ് ട്രംപിൻ്റെ താരിഫ്. എനിക്ക് 2 ലക്ഷം രൂപയുണ്ട് സാലറി എന്ന് കരുതുക. ഞാൻ 1 കോടി രൂപയുടെ ഹോം ലോൺ എടുത്തു. 20 വർഷമാണ് എൻ്റെ ഹോം ലോണിൻ്റെ പീരീഡ്. എൻ്റെ ഹോം ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15%. അങ്ങനെയാണെങ്കിൽ എൻ്റെ മന്ത്ലി EMI എന്ന് പറയുന്നത് 1,32,000 രൂപയാണ്. 5 വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ ലോണിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ലോൺ ഒന്നും കൂടെ ചെക്ക് ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് മനസ്സിലാക്കിയത് RBI കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് റേറ്റ് പല തവണ കുറച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലോണിൽ അതൊന്നും റിഫ്ലക്റ്റ് ആയിട്ടില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജറിനോട് സംസാരിക്കുകയും നെഗോസിയേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് 8.5 ഞാൻ മാറ്റിയെടുത്തു. ഇപ്പോൾ എൻ്റെ മന്ത്ലി ഹോം ലോൺ EMI എന്ന് പറയുന്നത് 87,000 രൂപയാണ്. അതായത് പഴയ EMIയും പുതിയ EMIയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 45,000 രൂപയാണ്. പണ്ട് എനിക്ക് എൻ്റെ സാലറിയുടെ 66% EMIയിലേക്ക് പോകുന്നതെങ്കിൽ ഇപ്പോൾ എൻ്റെ സാലറിയുടെ 44% മാത്രമേ EMI ആയിട്ട് പോകുന്നുള്ളൂ. അതായത് 22% എനിക്ക് ലാഭമാണ്. ഇപ്പോൾ കിട്ടിയ എക്സ്ട്രാ എമൗണ്ട്, അതായത് ഈ ലാഭമായി കിട്ടിയിരിക്കുന്ന എക്സ്ട്രാ എമൗണ്ട് എൻ്റെ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും എനിക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ട്രംപും ചെയ്യുന്നത്. US ഓൾ ടൈം ഡെപ്റ്റിലാണ്. അതായത് $36 ട്രില്യൺ കടവാണ് US-നുള്ളത്. സോ ഈ കടം കുറച്ചില്ലെങ്കിൽ US ഗവൺമെൻറ്റിന് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കടം കുറച്ച് വരുമാനം കൂട്ടുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ഇതിനായി ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഫിഷ്യൻസി എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇലോൺ മസ്കിനെയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. ഇതിലൂടെ അൺവാണ്ടഡായ എക്സ്പെൻസിനെ പലതും കണ്ടുപിടിക്കുകയും അവയെ എല്ലാം ഒഴിവാക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോടുള്ള ഫണ്ടിങ് നിർത്തി. എക്സിസ്റ്റിംഗ് ഉക്രൈൻ റഷ്യ വാറുകൾ സ്റ്റോപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും നടക്കുന്ന വാറുകളും സ്റ്റോപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിലെല്ലാം US-ൻ്റെ ഫണ്ടിങ് പോകുന്നുണ്ട്. പിന്നെ അനാവശ്യമായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പലരെയും കണ്ടുപിടിക്കുകയും അതെല്ലാം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അൺവാണ്ടഡ് ജോബ്സ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ഒഴിവാക്കുന്നുണ്ട്. അതായത് വേസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ട്രംപിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ട്രേഡ് താരിഫ് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അമിത താരിഫ് കുറച്ച് കൊണ്ടുവരാനാണ്. ഇത് നെഗോസിയേഷനിലൂടെ ട്രംപിന് സാധ്യമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ പുറമെ ട്രംപ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഗോൾഡൻ വിസ. 43 കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ US പൗരത്വം ലഭിക്കുകയും ഗോൾഡൻ വിസ ലഭിക്കുകയും ചെയ്യും. സോ ലോക സമ്പന്നരിൻ്റെ 10% പോലും അമേരിക്കയിലോട്ട് ഈ ഗോൾഡൻ വിസ എടുക്കുകയാണെങ്കിൽ അത് ട്രംപിന് അധിക വരുമാനമാണ് കൊടുക്കുന്നത്. ഇതിനൊക്കെ പുറമെ ട്രംപ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പല റെഗുലേഷൻസ് എടുത്തു കളയുകയും കൂടുതൽ കമ്പനികളെ US-ലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. മെയ്ഡ് ഇൻ അമേരിക്ക എന്നുള്ള കൺസെപ്റ്റ് ട്രംപ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ എംപ്ലോയ്മെൻറ്റ് കൂടുകയും ചെയ്യും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അത് പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പം പലയിടത്തും പല പൊട്ടിത്തെറികളും പിണക്കങ്ങളും ഒക്കെ കാണും. പക്ഷേ അതൊരു സ്ട്രോങ് വിൽ പവറോടെ മുന്നോട്ട് പോയി നടത്തിയെടുക്കാൻ നോക്കുമ്പോൾ മാത്രമേ അത് അച്ചീവ് ആകുള്ളൂ. അതുതന്നെയാണ് ട്രംപ് ചെയ്യുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നതെല്ലാം അമേരിക്കയുടെ ആംഗിൾ ഓഫ് വ്യൂ പോയിന്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. സോ വരും വർഷങ്ങളിൽ US-ൻ്റെ ഇൻഡിവിജ്വൽ ടാക്സ് കുറയും. കോർപ്പറേറ്റ് ടാക്സ് 21% നിന്ന് 15% ആകുകയും ചെയ്യും. ഇതൊക്കെ ചെയ്താൽ മാത്രമേ ട്രംപിന് അമേരിക്കനെ ഗ്രേറ്റ് അമേരിക്കയായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. കടം കുറച്ച് വരുമാനം കൂട്ടിയാൽ മാത്രമേ ട്രംപിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതല്ല ഈ ട്രംപ് താരിഫ് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് 18% ഉള്ളൂ. പക്ഷേ ഇപ്പം ചൈന, വിയറ്റ്നാം പോലെയുള്ള കൺട്രികൾക്ക് അധിക താരിഫ് ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവിടെ പ്രവർത്തിക്കുന്ന പല കമ്പനികളും ഇന്ത്യയിലോട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം ഇന്ത്യക്ക് ഗുണകരമാണ്. പിന്നെ യു എസിന് പണ്ടത്തെ പോലെ ഇന്ത്യനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കൂടുതൽ ഹ്യൂമൻ പവറും കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റും ഉള്ളത് ഇന്ത്യയിലാണ്. സോ ഇന്ത്യ എപ്പോഴും ഒരു സേഫ് സോണായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.